സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സൂപ്പർ താരങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളെ കുറിച്ച്. ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാർ മുതൽ തുടങ്ങാം. പ്രേം നസീർ സാറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് നടനെന്ന നിലയിൽ മുത്തയ്യാണ്. നസീർ സാറിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. പിന്നെ സംവിധായകൻ നസീർ സാറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എം കൃഷ്ണൻ നായർ. ഇനി സത്യമാഷ ഏറ്റവും അടുത്ത സുഹൃത്താണ് KP ഉമ്മർ. അവരൊന്നിച്ച് എവിടെയൊക്കെയോ കാറിൽ ഇങ്ങനെ പുറത്തൊക്കെ കാറിൽ സർക്കിറ്റ് പോക്കുണ്ട്. അവർ സുഹൃത്തുക്കളെ പോലെ സംസാരിക്കുന്ന ചില പടങ്ങളിൽ ഉമ്മറിനെ റെക്കമെൻഡ് ചെയ്യലുണ്ട് സത്യമാഷ. മധുവിന് സുഹൃത്തുക്കളില്ല. പിന്നെ മധുവിന് എല്ലാം കണ്ട നടന്മാരുടെ പരിചയമുണ്ട്, സൗഹൃദം പങ്കിടും. പക്ഷേ അങ്ങനെ അടുത്ത സുഹൃത്ത് ആയിട്ട് മധുവിന് ആരുമില്ല. പിന്നെ വിൻസെൻറ്റിനും അതുപോലെ തന്നെ അടുത്ത സുഹൃത്തുക്കളില്ല, എല്ലാവരും പരിചയക്കാരുണ്ടെന്ന് മാത്രം. പിന്നെ രാഘവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സുധീർ. അതുപോലെ സുധീറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് രാഘവൻ. പിന്നെ സോമൻ്റെ അടുത്ത സുഹൃത്ത് രവിമേനോനാണ്. സോമൻ എവിടെയെങ്കിലും പോകുമ്പോൾ രവിമേനോനും കൂട്ടിയിട്ടാണ് പോകും. സോമന് ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ കോഴിക്കോട് പോകണം കാറിൽ. ഉടനെ തലേന്ന് രവിമേനോനെ വിളിക്കും, എടാ നാളെ നമുക്കൊന്ന് കോഴിക്കോട് പോകണം. അപ്പോൾ രവിമേനോൻ റെഡി ആയിട്ട് എത്തും. സോമൻ്റെ കൂട്ടുകാരൻ രവിമേനോൻ. പിന്നെ സുകുമാരൻ്റെ കൂട്ടുകാരനാണ് കുഞ്ചൻ. സുകുമാരൻ്റെ അടുത്ത കൂട്ടുകാരനാണ് കുഞ്ചൻ. അതുപോലെ ജയന് കൂട്ടുകാരാരുമില്ല. അതായത് ജയൻ ഗുരുതുല്യനായിട്ട് കാണുന്നത് നസീർ സാറിനാണ്, അത് കൂട്ടുകാരനായിട്ടല്ല. അതായത് നസീർ സാറിൻ്റെ മുമ്പ് തമാശയൊന്നും പറയില്ല. പിന്നെ ബഹുമാനം, അല്ലാതെ തോളിൽ കയറ്റി നടക്കുന്ന സുഹൃത്തല്ല. നസീർ സാറിൻ്റെ ഇവിടെ ഉള്ള ഒരു ഗുരുവിനെ പോലെ കാണുന്നത്. അത് നസീർ സാറിനെ അനുകരിക്കുന്ന ആൾ. നസീർ സാർ എന്തെങ്കിലും സഫാരി സൂട്ട് ഇട്ടിട്ട് നടക്കുന്നെങ്കിൽ ജയൻ ചേട്ടനും സിനിമയിലല്ലാത്ത സമയത്ത് നസീർ സാർ സഫാരി സൂട്ടാണ് ഇടില്ല. അതുപോലെ ജയൻ ചേട്ടനും സഫാരി സൂട്ട് ഇടും. നസീർ സാർ എങ്ങനെ പെരുമാറുന്ന ലൊക്കേഷനിൽ അതുപോലെ പെരുമാറും. നസീർ സാർ സഹപ്രവർത്തകരോട് എങ്ങനെ പെരുമാറുന്നത് അത് കണ്ടിട്ട് അതുപോലെയാണ് ജയൻ ചേട്ടൻ പെരുമാറുന്നത്. ഗുരുവായിട്ട് കാണുന്നത്. സുഹൃത്തുക്കളില്ല ജയൻ ചേട്ടൻ. പിന്നെ മമ്മൂട്ടിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ശ്രീരാമനും ലാലു അലക്സും. പിന്നെ മോഹൻലാലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അശോക് കുമാർ എന്ന് പറഞ്ഞ സംവിധായകൻ. അതാണ് മോഹൻലാലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. പണ്ടത്തെ കൂലി എന്നെല്ലാം പറഞ്ഞ പടം എടുത്ത്, മോഹൻലാലിൻ്റെ ഫസ്റ്റ് പടം എടുത്ത് തീർന്നോട്ട്. പിന്നെ രവികുമാറിൻ്റെ അടുത്ത സുഹൃത്താണ് IV ശശി. അപ്പോൾ IV ശശി രവികുമാറിനെ കാലത്ത് എല്ലാ പടത്തിനും ചാൻസ് കൊടുക്കുകയും ചെയ്യും.